കുഴി പോരാ ചൈനീതാണ്. ഒരു പേട്ട മണി പ്ലാന്റ് ഇടാ ഇത്രയും കുഴി പോരെ. പോരാ, വെള്ളത്തിന്റെ അംശം കാണണവരെ കുഴിക്കണം. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ മണി പ്ലാന്റ് തറയിൽ വളരും. എങ്കിൽ പിന്നെ നീ ആ തൊട്ടിയിലോട്ട് കയറിയിട്ട് നിന്നെ തൂക്കി ഞാൻ കിണറ്റിന്റെ അടിയിലോട്ട് വെക്കാം. അതിന്റെ അടിയിൽ തന്നെ നട്ടോ, പ്രശ്നം തീർന്നില്ലേ? അച്ഛാ കൂടുതൽ വെള്ളം അങ്ങോട്ട് കുഴിച്ചാണ്. അവിടെ ഒരു ലോഡ് തുണി കഴുകാൻ കിടക്കണം. ആ സമയത്ത് അവൾ ഒരു പൈസ ചെടി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നിങ്ങൾ പോയി തുണി കഴുകിട്ടാണ് അച്ഛൻ കുഴി അടച്ചാൽ അങ്ങോട്ട്. നിങ്ങളുടെ പോയി തുണി കഴുകിടാനാണ് പറഞ്ഞത്. അല്ലേ, ഞാൻ എന്തൊരു കുപ്പിയിൽ നിന്നാ ഭൂതം. നിങ്ങൾ പറയുമ്പോ ജോലി മാറ്റി കളിക്കാൻ. അച്ഛാ എന്റെ തുണി ഇവിടെ കഴുകിയിടോ. അടുത്ത വാഴ. അയ്യോ എന്തൊരു നാണാണ്. എന്തൊരു കോഴിയാ. ചത്ത കോഴിയാ. ഈശ്വര വല്ല എന്നാലും അത് ആരായിരിക്കും ചത്ത കോഴിയിൽ നമുക്കെതിരെ കൂടോത്രം ചെയ്തത്? ഞാൻ ആ കോഴി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അമ്മ അത് സല്ലത്തിച്ചിന്റെ കോഴിയാണ്, എനിക്ക് ഉറപ്പാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. സരളേന കോഴിയാ. അപ്പൊ നമ്മളെ മുടിയാൻ കൂടോത്രം ചെയ്തത് അവളായിരിക്കും. എടി അമ്പട്ടപ്പാറ സരളേ, നിനക്ക് കാണിച്ചു തരടി. നീ കോഴിയിൽ കൂടോത്രം ചെയ്യുമല്ലേ ഞങ്ങൾക്കെതിരെ? നിങ്ങൾ എന്തെല്ലാരും കോഴിയെ പറ്റി സംസാരിക്കണം. അടുത്ത കാട്ട്. നിന്റെ സ്കൂളിന്റെ അടുത്തൊരു സ്വാമി ഇല്ല, അയാളെ പേരെന്തോണം? അത് കർമാക്രി കൃഷ്ണനന്ദ സ്വാമി. അല്ല ഇപ്പൊ അച്ഛനെന്തിനു സ്വാമി? അറിഞ്ഞിട്ടിപ്പോ എന്തൊരു വേണം? ഒന്നും വേണ്ട. ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കണം. നിന്നോട് എത്ര പറഞ്ഞോണ്ടാ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ എത്രയും വേഗം പോയി സ്വാമിയെ കാണി. സരളയാണ് ചെയ്തെങ്കിൽ മറുപടി പുറത്തേ പറ്റുമോ? അച്ഛൻ നമ്മൾ തകരശീലിൽ തേങ്ങ വീണ്, തേങ്ങ വരുമ്പോൾ ഷീറ്റ് മുത്തു ഓട്ട വീണ് അനർത്ഥങ്ങൾ തുടങ്ങി. ഹർഷത്തിന്റെ ആരംഭം അല്ല, അനിഷ്ടത്തിന്റെ ആരംഭം. നിന്റെ സീരിയൽ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കാതെ സ്വാമിയെ കണ്ട് പണി കളച്ചാ. അപ്പോ ചത്ത കോഴി പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. അതെ സ്വാമി. എന്നാലും ആരായിരിക്കും? അതറിയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നേരം ഇവിടെ തൊലിഞ്ഞോണ്ട് നിൽക്കുമെന്ന സ്വാമി. അയൽവാസി, കാണാൻ സുമുഖയോ സുമുഖനോ, കയ്യിൽ മണ്ടത്തരവും അസൂയയും കുശുമ്പും കുന്നായ്മയും കൈമുതലായി ഉള്ളതാണ്. എന്റെ വീട്ടിലിങ്ങനെ ഒരു മുതലുണ്ട്. പക്ഷെ അയൽവാസിയാണെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം ഉള്ളത് സല്ലയ്ക്ക്. എന്നാൽ ഉറപ്പിച്ചോളൂ, അവൾ തന്നെ ഈ കോഴിപ്രയോഗം നടത്തിയ മറുപടി ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്വാമി. ചെയ്യാം, പക്ഷെ വഴി കണ്ട സ്വാമി. നമുക്കൊരു ഫുൾ അൽഫവും ഫുൾ ഷവായും മയണൈസിൽ മുക്കി ജപിച്ച് അവളുടെ വീട്ടിൽ കുച്ചിട്ടല്ല. അനിയ, മണ്ടത്തരം മഹിമയായി കാണില്ലേ? രാത്രി മുങ്ങിക്കുളിച്ച് മേൽമുണ്ട് ധരിച്ച് ബാക്കി നഗ്നനായി നിങ്ങളുടെ വീട്ടിൽ കുഴിച്ചിട്ട കോഴിയെ തോണ്ടിയെടുത്ത് അവളുടെ വീട്ടിൽ തെങ്ങിൻ ചുവട്ടിൽ തകിടും ചേർത്ത് കുഴിച്ചിടുക. അവളുടെ അപ്പനപ്പന്റെ ഫോസിൽ വരാൻ. മേൽമുണ്ടെടുക്കുമ്പോൾ കീഴ്മുണ്ടെടുക്കാത്തത് മോശമല്ലേ സ്വാമി? സ്വാമി, അങ്ങയുടെ കുണ്ടലത്തിൽ നിന്നും കുണുവാക ശബ്ദം കേൾക്കുന്നു. തന്റെ ഫോണാണോ മൂട്ട? ഹലോ ഹലോ, ആച്ചാ അമ്മയ്ക്ക് ഇസ്തിരിപ്പെട്ടിട്ട് ഷോക്ക് അടിച്ചു. എന്നിട്ട് ഷോക്ക് മാറിയില്ല, മുടക്കഴങ്ങൻ വെള്ളം കോരി വെച്ചു. ഭാഗ്യത്തിന് ആ സമയത്ത് കറണ്ട് പോയിട്ട് രണ്ടെണ്ണം കരിയാതെ രക്ഷപ്പെട്ടു. അച്ഛൻ ഒന്ന് പെട്ടെന്ന് വാ. കോഴിപ്പണി ഏറ്റു തുടങ്ങിയല്ലേ? ഇനി നാം പറഞ്ഞതുപോലെ ചെയ്യും. തുണിയില്ലാതെ പഴി കുറ്റണല്ലേ സ്വാമി. സ്വാമി ദക്ഷിണ വേണ്ട, കയ്യിൽ തരണ്ട. പുറത്ത് ഗൂഗിൾ പേ ഉണ്ട്, അതിനകത്ത് 10,000 രൂപ ഇട്ടോളൂ. സന്തോഷമായി. കൈ മുഴുവൻ ചെളിയല്ല. അത് ചേരുവിന്റെ വീട്ടിലെ പട്ടിയില്ലേ? ഇത് കോമ്പൗണ്ടിൽ കയറിയ ഈ പട്ടീനെ നിന്നിങ്ങനെ നോക്കണം. അയ്യേ, ഇന്നലെ രാത്രി ഏതോ ഒരു കളവൻ നമ്മളെ ഈ റോട്ടിൽ കൂടെ തുണിയില്ലാതെ ഓടി. ആ ഒരു മിന്നായം പോലെ കണ്ടു. എന്തര്? അയ്യോ, ഓടിയ ആളിന് ഹിമാലയത്തിലെ ഏതോ മുനി വഴിയാണെന്ന് തോന്നണം. ദേഹത്ത് ഭസ്മൊക്കെ ഉണ്ടായിരുന്നു. ഓ, എന്തായാലും ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ആ ചേച്ചി പിന്നെ മെനിഞ്ഞാന്നോട്ടെ എന്റെ ഓറഞ്ച് കളർ പിടക്കോഴിയെ കാണാനില്ല. ചേച്ചി കണ്ടായിരുന്ന? സ്വന്തം കോഴിയെ വെച്ച് കൂടോത്രം ചെയ്തിട്ട് അവളൊരു അഭിനയം കണ്ടില്ലേ? ചേച്ചിക്ക് എന്തൊരു പറ്റി? എന്തിനാ ചേച്ചി? സരളെ, നീ അടുപ്പത്ത് പ്രഷർ കുക്കർ വെച്ചിട്ടാ വന്നത്. നോ പൊട്ടിത്തെറിച്ച് വീടിനൊക്കെ തീ പിടിച്ചു. പണി തുടങ്ങി. പണി കിട്ടി. സ്വാമി, തുടരെ അവശിഷ്ടങ്ങളാണ്, അല്ല അനിഷ്ടങ്ങളാണ്. കൂടോത്രമാണോ എന്നൊരു സംശയം. കൂടോത്രമാണ്. ഒരു കോഴി. അതെ സ്വാമി, എന്റെ ഓറഞ്ച് കളർ കോഴിയെ കാണാനില്ല. എന്ന് തൊട്ട് കാണാനില്ല? അത് മിനിഞ്ഞാന്നോട്ട്. ഒരു കണ്ണാടി വെച്ച് അല്പം നരച്ച കുറച്ച് മണ്ടത്തരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നള്ളിക്കുന്ന ഒരു വിദ്വാനാണ് താങ്കളുടെ അയൽക്കാരൻ കുടുംബനാഥൻ. പുള്ളി ഒരു കോഴി നിങ്ങൾ തുലഞ്ഞ് ധാരാളക്കല്ലെടുത്ത് പണ്ടാരടങ്ങണമേ എന്നുള്ള ദൃഢനിശ്ചയവുമായി ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ഐഡിയ പറഞ്ഞു കൊടുത്തത് ഹിമാലയ സാനുക്കളിൽ നിന്നും ഏതോ ഒരു സ്വാമിയാണ്. അത് താങ്കളുടെ വിളയിൽ ഏതോ ഒരു തെങ്ങിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. അത് നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ. ചേട്ടനും ആ പെണ്ണും പുള്ളിയും കൂടെ അറിഞ്ഞോണ്ട് ചെയ്തതായിരിക്കും. താങ്കളുടെ കളഞ്ഞുപോയ കോഴിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. സംശയമുണ്ടെങ്കിൽ ഒന്ന് തോണ്ടി നോക്കിക്കോളും. തോണ്ടി നോക്കാമേ. എനിക്ക് ആ പൂതനെതിരെ മറുപടി ചെയ്യണം. ഒരു 25,000 രൂപ ഗൂഗിൾ പേ ചെയ്തോളൂ. മറുപടിക്കുള്ള ഹോമം തുടങ്ങാം. 25,000 അല്ല, ഇനി 1 കോടി രൂപ പറഞ്ഞാലും ഞാൻ കിട്ടി വിറ്റ് നിങ്ങൾക്ക് തരും. അഴുതിക്കാം.
ഉഫ്, ഭാഗ്യം പറഞ്ഞ ഓരോ വഴികളായി. ഈ രണ്ട് കിഴങ്ങളെ പറ്റിച്ച് ഈ 2 മാസം കൊണ്ട് കുറെ ഉണ്ടാക്കണം. ഈ സൈഡ് വലിയ മാതാവിനെ കോലടിപ്പിച്ചതിന് നന്ദി ദൈവമേ, നന്ദി. കിളവി നിന്റെ അമ്മൂമ്മ സ്വന്തം കോഴിയെ കൊന്ന് ഞങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്ത കൊള്ളവണ്ടി സരളെ നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് വരികയാടി. നിങ്ങളെ കൂടോത്രം ചെയ്ത് തൊലിച്ച് പണ്ടാരത്തിലേക്ക് ചുട്ടടുത്ത പെട്ടിയിലേക്ക് കുഴിച്ചിട്ടിലേക്ക് ഈ സരള സന്നല്ല. നിങ്ങൾ ആ സ്വാമി എത്രയും വേഗം പോയിക്കൊണ്ട് അവക്കെതിരെ എത്ര ലക്ഷം മുടക്കിയിട്ടാണെങ്കിലും കൂടോത്രം ചെയ്യണം. പറഞ്ഞേട്ടാ. മറുപടിക്ക് 2 ലക്ഷമാണ് ഫീസ്. ഇതാ സ്വാമി 3 ലക്ഷം. അല്പ ഡോസ് കൂട്ടിക്കോ. എന്ന ഉടനൂടെ ആകാശത്തേക്ക് പോകുന്ന പ്രയോഗം ചെയ്യാം. സ്വാമി 25,000 കൂടോത്രം പോരാ. അടുത്ത കൂടോത്രത്തിൽ അവള് ഷോക്ക് അടിച്ച് ഇനി കഴിയണം. ഇന്നലെ 50,000 രൂപ. പോരാ സ്വാമി പോരാ. അവള് രക്തം ഛർദ്ദിച്ച് ഇഴഞ്ഞഴഞ്ഞ് നടക്കും. രക്തം ഛർദ്ദിക്കണമെങ്കിൽ 10 ലക്ഷം. ഇതാ സ്വാമി സ്വാമി പറഞ്ഞ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ മുഖം മറച്ചു വേണം വരാൻ. നിങ്ങൾ ഇവിടെ വരുന്ന കാര്യം ആരും അറിയാം. പ്രയോഗത്തിന് വന്നതാവൂല്ലേ? അത് ശത്രു സംഹാരം. ഞങ്ങളും എന്താ പേര്? സരള. ആണോ? ഞങ്ങളെ ശത്രുവിന്റെ പേര് സരളയെന്ന് തന്നെ. നിങ്ങളെ പേരെന്തിനാ? ശശികല. അയ്യോ, എന്റെ ശത്രുവിന്റെ പേര് ശശികല. ആ ദൈവത്തിന്റെ ഓരോരോ വികൃതികളെ. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരെ ശത്രുക്കളുടെ പേര് ഒന്നാവോ? ആട്ടെ, പ്രയോഗം കേൾക്കണുണ്ടാ? ആദ്യം വീട് സ്ഥലം പണയം വെച്ച് 15 ലക്ഷം രൂപയുടെ പ്രയോഗം നടത്തി. അത് മുങ്ങി. ഇപ്പൊ സ്വർണ്ണമൊക്കെ പണയം വെച്ച് 25 ലക്ഷം രൂപയുടെ പ്രയോഗം ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ഞങ്ങളെ ശത്രു ഭൂമി വിളർന്ന് താഴേക്ക് പോകാനുള്ള ക്രിയക്കാണ് ഇന്ന് വന്നത്. 30 ലക്ഷം രൂപ ആവുമെന്നാണ് സ്വാമി പറഞ്ഞത്. അവള് മുടിഞ്ഞ പാതാളത്തിലോട്ട് പോയാൽ മതിയല്ലേ? പോയേച്ചും വരാവേ. നിങ്ങളെ ശത്രു കുറച്ച് ചാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. വളരെ നന്ദി ചേച്ചി, ഞാനും പ്രാർത്ഥിക്കാം. ശരിയേ? 25 ലക്ഷത്തിന്റെ ഹോമം എന്തായാലും നേടും. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. ശരി സ്വാമി. അപ്പൊ ആ സരള തന്നല്ലേ ഈ സരള? കള്ള സ്വാമി. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാമായിരിക്കും അല്ലേ? എന്നാൽ എനിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നുള്ള കാര്യം പരസ്പരം എനിക്കും അറിഞ്ഞൂടായിരുന്നു. കൂടോത്ര സ്വാമികളാണ്. വാക്കുകൾ സൂക്ഷിച്ച്, ഇല്ലെങ്കിൽ മര്യാദക്ക് ഞങ്ങളെ പൈസ തിരിച്ചു തന്നോണ്ട്, ഇല്ലെങ്കിൽ കമ്പി കോത്ത് ഗ്രില്ല് ചെയ്യും ഞങ്ങള്. അപ്പൊ ഈ പണിയൊക്കെ ഒപ്പിച്ചത് ആ കള്ള മന്ത്രവാദിയായിരുന്നല്ലേ? കൊള്ളാം. എന്നാലും തേങ്ങ വീഴുന്നു ഷോക്ക് അടിച്ചതൊക്കെ കറക്റ്റ് കോഴിയെ കുഴിച്ചിട്ടതിന് ശേഷം തന്നെ എങ്ങനെ സംഭവിച്ചു? കൂടോത്രം എന്ന് കേൾക്കുമ്പോഴേ നമ്മളെയൊക്കെ മനസ്സമാധാനം പോകും, ശ്രദ്ധ നശിക്കും, അങ്ങനെ പല അനർത്ഥങ്ങളും സംഭവിക്കും. തേങ്ങ വീണത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, മുമ്പും വീണിട്ടില്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം കൂട്ടി വായിച്ചത് നമ്മളല്ലേ? എനിക്ക് മനസ്സിലാവാത്തതല്ല, സരള ചേച്ചിയുടെ കോഴിയെ കൊന്ന് നമ്മളെ വെളിയിൽ കുഴിച്ചിട്ട് ആരായിരിക്കും? സ്വാമി ആയിരിക്കോ? ലൈസൻസില്ലാതെ വണ്ടി എടുത്ത കൊല്ലി കാവറിക്കുന്നില്ല ഞാൻ. നല്ല ഉറക്കമാണ്. പുള്ളി സെറ്റപ്പ് കോഴിയാണ്. ഇനിയിപ്പൊ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടാം. ആരാ എന്തോല്ലേ സരള ചേച്ചിയുടെ കോഴിയെ കൊന്ന് നമ്മളെ വെള്ളയിൽ കുഴിച്ചിട്ടാ? പാപം തന്നെ. എന്തായാലും കോഴിയെ കൊന്ന് കുഴിച്ചിട്ട് മുടിഞ്ഞോ? മുടിഞ്ഞാ പോലെ ജടയണം. ഒരു പാമ മനുഷ്യനല്ലേ, അങ്ങനെ പറഞ്ഞൂടാ. ഭയങ്കര ചൂടല്ലേ? ഗൈസ്, അമൂല്യ വീഡിയോ നല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ആ हिंदी का वीडियो कांचे या हिंदी लिख के पढ़िए था। दोस्तों, आप लोगों को अगर कॉमेडी वीडियो मलयाली अच्छा लगता है तो प्लीज़ मेरे चैनल को सब्सक्राइब कर दो, और इस कॉमेडी चैनल का लिंक मैं दे दूंगा आप लोगों को। इस वीडियो को भी जाके आप लोग रियल वीडियो भी देख सकते हो। मैं तो इसको मतलब उठा के अपने चैनल पे रिएक्शन दे के डाल रहा हूँ। तो आप लोगों को अच्छा लगे वीडियो तो प्लीज़ चैनल को सब्सक्राइब कर दो, वीडियो को लाइक करो, और अपने दोस्तों तक ज़्यादा से ज़्यादा शेयर करो। फिर मिलेंगे नेक्स्ट वीडियो में। मैं डेली अपडेट देते रहूँगा आप लोगों को। ओके, फिर मिलते हैं। बाय बाय, थैंक यू।